നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലെ ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന ക്ലോക്ക് ഒരു നിശബ്ദ കൊലയാളിയായി മാറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ അതിശയം തോന്നാം. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന രീതി വെച്ച് നോക്കിയാൽ ദശലക്ഷക്കണക്കിന് ഭാരതീയരുടെ ജീവൻ എടുക്കുന്ന ഒരു വില്ലനായി നമ്മളുടെ ഈ സമയക്രമം മാറിക്കഴിഞ്ഞു. ആരംഭത്തിങ്കിൽ തന്നെ പറയാം, ഞാനൊരു ഡോക്ടറല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ ആരോഗ്യരംഗത്തെ പ്രമുഖരുടെ പല കണ്ടെത്തലുകളും ഗവേഷണ റിപ്പോർട്ടുകളും നൽകുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, വിവരങ്ങൾ നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. 10 കോടിയിലധികം പ്രമേഹ രോഗികൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിനു പിന്നിലെ യഥാർത്ഥ വില്ലൻ ആരാണെന്നറിയണ്ടേ? നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ചില കണക്കുകളൊക്കെ ഒന്ന് നോക്കാം. ലാൻസെറ്റ് പോലുള്ള പ്രമുഖ ജേർണലുകളിൽ വന്ന ICMR ഇന്ത്യ പഠനമനുസരിച്ച് ഇന്ത്യയിൽ 10.1 കോടി ആളുകൾക്ക് പ്രമേഹമുണ്ട്. അതിലും ഗൗരവകരമായ ഒരു കാര്യം, 13.6 കോടി ആളുകൾ പ്രീ ഡയബറ്റീസ് എന്ന അവസ്ഥയിലാണ്. ഇതിനു പുറമെ 25 കോടിയോളം ആളുകൾക്ക് ഫാറ്റി ലിവർ, 31 കോടിയിലധികം പേർക്ക് രക്താതിമർദ്ദം, ഹൈപ്പർ ടെൻഷൻ എന്നിങ്ങനെയുള്ള അവസ്ഥകളുമുണ്ട്. ഈ രോഗങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലെ ഒരു താളം തെറ്റുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ലോകാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സർക്കാഡിയൻ റിതം അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്ന് വിളിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ക്ലോക്ക് ഇതാണ് ഉദ്ദേശിച്ചത്. എന്താണ് ഈ ജൈവ ഘടികാരം? സയൻസ് ഓഫ് ബയോളജിക്കൽ ക്ലോക്ക്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്ക് നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ഇത് നമ്മളുടെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നു. ഉദാഹരണത്തിന്, രാവിലെ 6 മണിയോടെ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ അതിന്റെ പരമാവധിയിൽ എത്തുമെന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മളെ ഉന്മേഷത്തോടെ ജോലി ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഹോർമോൺ. അതിനാൽ വ്യായാമം ചെയ്യാൻ ഏറ്റവും മികച്ച സമയം ഇതാണെന്ന് പറയപ്പെടുന്നു. ഇനി ഭക്ഷണത്തിന്റെ കാര്യം നോക്കാം. നമ്മുടെ ശരീരം ഇൻസുലിൻ എന്ന ഹോർമോൺ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണെന്നും പഠനങ്ങൾ പറയുന്നു. ഈ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരം ഊർജ്ജമാക്കി മാറ്റും. എന്നാൽ വൈകുന്നേരം 7 മണി കഴിയുന്നതോടെ ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയാൻ തുടങ്ങും. രാത്രി 10 മണിക്ക് ശേഷം ഭക്ഷണം കഴിച്ചാൽ ഇൻസുലിൻ കുറവായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതൽ സമയം ഉയർന്ന നിലയിൽ നിൽക്കും. ഇത് കൊഴുപ്പായി ശരീരത്തിൽ അടിയുകയും പ്രമേഹം പോലെയുള്ള രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. എപ്പോഴാണ് നമ്മളുടെ ഭക്ഷണക്രമം ഇത്രയധികം മാറിയത്? ആലോചിച്ചിട്ടുണ്ടോ? പഴയ കാലത്ത് നമ്മൾ ഭാരതീയർ സൂര്യാസ്തമയത്തിന് മുൻപ് ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവരായിരുന്നു. ആയുർവേദത്തിലും ആഹാരകാലം എന്ന പേരിൽ ഇത് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം ഇന്ത്യയിൽ വന്നതെന്ന് കരുതപ്പെടുന്നു. അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ വിരുന്നുകൾ രാത്രി 8 മണിക്ക് ശേഷമാണ് നടത്തിയിരുന്നത്. ഈ ശീലം നമ്മൾ ആധുനികതയുടെ അടയാളമായി തെറ്റായിട്ട് അങ്ങേറ്റെടുത്തു. ഇന്ന് നഗരവൽക്കരണവും ജോലിത്തിരക്കും കാരണം രാത്രി 10-11 മണിക്ക് അത്താഴം കഴിക്കുന്നത് ഒരു സാധാരണ കാര്യമായി മാറി. ഇത് സത്യത്തിൽ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണെന്ന് പറയപ്പെടുന്നു. ഇതൊന്ന് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് 7 PM ചലഞ്ച് വരുന്നത്. ഒന്നുമില്ല, രാത്രി 7 മണിക്ക് മുൻപായി നമ്മുടെ അത്താഴം പൂർത്തിയാക്കുക, അത്രയേ ഉള്ളൂ. ഇത് 30 ദിവസം തുടർച്ചയായി ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും പറയുന്നു. ഗവേഷണങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ HbA1c, അതായത് ശരാശരി പഞ്ചസാരയുടെ അളവ് 0.3% മുതൽ 0.5% വരെ കുറയാൻ ഇത് സഹായിക്കുമെന്ന് പറയുന്നു. 1 കിലോ മുതൽ 3 കിലോ വരെ ശരീരഭാരം കുറഞ്ഞു കിട്ടുവാനും സാധ്യതയുണ്ട്. മറ്റൊന്ന്, കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുകയും ഉറക്കത്തിന്റെ ഗുണനിലവാരം കൂടുകയും ചെയ്യും. രാത്രി 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ പഞ്ചസാരയുടെ അളവ് 140-ൽ താഴെയായിരിക്കുമ്പോൾ 10 മണിക്ക് കഴിക്കുന്നവരുടേത് 200-നും മുകളിലേക്ക് പോകുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിലെ വിവരങ്ങൾ ICMR ഇന്ത്യ ബി പഠനത്തെയും സർക്കാഡിയൻ റിതം ഗവേഷണങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരോ മരുന്ന് കഴിക്കുന്നവരോ ആണെങ്കിൽ ഡയറ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശം തീർച്ചയായും തേടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതത്തിനായി നമുക്ക് ഈ ചെറിയ മാറ്റം ഒന്ന് വരുത്തിക്കൂടെ? രാവിലെ രാജാവിനെ പോലെ നല്ല ആഹാരം ഒന്ന് കഴിക്കുക, ഉച്ചയ്ക്ക് മിതമായ ഭക്ഷണം, രാത്രി 7 മണിക്ക് മുൻപായി ലഘുവായ അത്താഴം. ഇത് നമ്മുടെ ജൈവ ഘടികാരത്തെ കൃത്യമാക്കാൻ സഹായിക്കും എന്ന് ഈ രംഗത്തെ വിദഗ്ധർ ഉറപ്പു തരുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മെറ്റബോളിക് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഇത്തരം ഇൻഫർമേറ്റീവായ വാർത്തകൾ സ്ഥിരമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.